ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പെരുന്നാളുടെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ചേരുവകളും വേണ്ട, എന്നാൽ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുതേ. ആദ്യം ഇതിലേക്കായിട്ട് കുറച്ച് പൈനാപ്പിളാണ് വേണ്ടത്. നല്ല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് ഇത് അതുപോലെ ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് പൈനാപ്പിൾ ഒന്ന് വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇളക്കിയെടുക്കുമ്പോഴേക്കും ആ ഒരു പൈനാപ്പിളിൻ്റെ സൈസൊക്കെ ഒന്ന് ചുരുങ്ങിയത് ഇതുപോലെ ആയിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ആ ഒരു പഞ്ചസാര അതെല്ലാം വറ്റി ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജെലാറ്റിൻ വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്, ഫ്ലേവറൊന്നും ഇല്ലാത്തത്. ഇതിലേക്ക് 1/2 കപ്പ് പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അടുത്തതിന് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയതാണ് കേട്ടോ വേണ്ടത്. 2.5 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് തന്നെ ചിരവി എടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള പാലിട്ട്, ഒരുപാട് ചൂടൊന്നും വേണ്ട, അതിൽ ഒരു പകുതി പാൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ബാച്ചിലെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു തേങ്ങയുടെ ആ ഒരു പാലെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊരു അരിപ്പയിലേക്കോ തുണിയിലേക്കായിട്ട് മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ ഒരു ഫുൾ പാലും എടുക്കുക. അത് ഒരു പ്രാവശ്യം കൂടി നമുക്ക് പാലെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു തേങ്ങാപ്പീരയിലേക്ക് തന്നെ ബാക്കിയുള്ള കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരുപാട് വെള്ളം കൂടണ്ട കേട്ടോ, ഇത് കറക്റ്റ് അളവായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള ഒരു പാലും കൂടെ മുഴുവനായിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക. ഇതിലിപ്പോൾ ആ ഒരു തേങ്ങയുടെ പീരയൊക്കെ കുറച്ച് പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ അരിപ്പുണ്ടെങ്കിൽ അതിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. കഴിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു തേങ്ങാപ്പീര കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മാത്രമേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഒരുപാട് വേണ്ട, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് മുൻപിൽ നിൽക്കേണ്ട. ഒരു തേങ്ങാപ്പാലിൻ്റെ രുചി തന്നെയാണ് നമുക്ക് കൂടുതൽ കിട്ടേണ്ടത്. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ആ പഞ്ചസാര മൊത്തത്തിൽ അങ്ങ് അലിഞ്ഞ് റെഡിയായി കിട്ടണം. ഇനിയാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ഒരു ജെലാറ്റിൻ ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചേർക്കരുത്, ഇതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് തന്നെ മതിയാകും. അത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. മൈക്രോവേവ് അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു ബൗൾ വെച്ചിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്താൽ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കുന്നത് കൂടെ തന്നെ നല്ലോണം അങ്ങ് ഇളക്കിയെടുക്കുക. ഒരു 30 സെക്കൻഡ് നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്. ഇതിന് വേവിച്ചെടുക്കാനോ ചൂടാക്കിയെടുക്കാനോ ഒന്നുമില്ല, ഇതിങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ, അതിലൊരു 1/4 ഭാഗത്തോളം നമ്മൾ ഏത് പുഡിംഗ് ട്രേയിലാണ് ഇത് റെഡിയാക്കുന്നതിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്തേക്ക് നിരത്തി കൊടുക്കുക. ബാക്കി ഒരു ഇത്തിരി മേൽഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഒന്നുകൂടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് അതിന് മേലേക്ക് കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അത് മുഴുവനായിട്ട് അങ്ങ് ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാട്ടെ, താഴെ വെച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മേൽഭാഗത്തേക്ക് നമുക്ക് ആ ഒരു ബാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ പീസ് കൂടെ ഇട്ട് കൊടുക്കാം. അതായത് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം താഴേക്ക് പോകട്ടെ. അപ്പോൾ ഒരുപാട് സെറ്റ് ആവാനും വെയിറ്റ് ചെയ്യേണ്ട. അതുപോലെ മേലെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഭാഗത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3-4 അല്ലെങ്കിൽ 4-5 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെച്ച് നല്ലോണം സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് പെട്ടെന്ന് സെറ്റ് ആയി കിട്ടും, പക്ഷേ എന്നാലും നല്ല തണുപ്പോട് കൂടെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ പുറത്തേക്ക് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഒരുപാട് ടെൻഷനൊന്നുമില്ല, എന്നാൽ ഒരുപാട് ചേരുവകളും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ് ഇട്ടത്. കഴിക്കാനും നല്ല രസമുണ്ട്. അതായത് നല്ല ഒരു തേങ്ങാപ്പാലിൻ്റെ രുചിയും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആ ഒരു പൈനാപ്പിളും കൂടെ കടിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് വെക്കാത്തവർക്കൊക്കെ എന്തായാലും ചെയ്ത് വെക്കാം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്